മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ വോയിസ് നോട്ട് ഇട്ടപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിച്ചവർക്ക് മാന്യമായ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൃത്യമായി നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കും ലെവലുകൾ സ്വയമായിട്ട് കണ്ടെത്തി ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മുടെ ചാർട്ടുകളെ ഫോളോ ചെയ്യുകയും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റ് ഒരു ലെവലിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റിലെത്തുമ്പം അവിടെ ഒരു ട്രേഡ് വേണോ വേണ്ടായോ എടുക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അത് ക്ലിയറാണ്. ഞാൻ ഇന്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് നമുക്ക് 2 പോയിൻ്റേ ഉള്ളൂ, 22,750 23,000. ഈ 2 പോയിൻ്റാണ് നമുക്കുള്ളത്. ഈ പോയിന്റിൽ എവിടെയെങ്കിലും മാർക്കറ്റ് വരുമ്പോൾ അവിടെ മാത്രമേ നമുക്കൊരു സേഫ് ട്രേഡർ ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ഒരു സേഫ് ട്രേഡറിന് ട്രേഡ് ഉള്ളത് ഒന്നുകിൽ 23,000 മാർക്കറ്റ് എത്തണം, അല്ലെങ്കിൽ 22,750 എത്തണം. ഈ 2 പോയിന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്. സേഫ് ട്രേഡേഴ്സിന്. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ ട്രേഡുകളും കാണും. അത് അവരുടെ റിസ്ക്കും അവരുടെ റിവാർഡും അവരാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ടൊന്ന് വരാം. ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഓരോ മൊമെൻറ്റിലും മാർക്കറ്റ് ചലിക്കുമ്പം എവിടെ നിന്നെങ്കിലും റിവേഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് എടുക്കുകയോ ചെയ്യുമ്പം ആ പോയിന്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് പ്രീവിയസ്ലി എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ, പ്രീവിയസ്ലി അവിടെ എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് പുറകോട്ടൂടെ ഒന്ന് മറിച്ച് നോക്കണം. ഇവിടെ ഇന്നും അങ്ങനെ മറിച്ച് നോക്കിയവർക്ക് 1-2 ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കുക, മാർക്കറ്റ് വന്നു, ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു 2-3 ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് പോയി, ഇല്ലേ? താഴോട്ട് വന്നതിന് ശേഷം ഇതാണ് ഓപ്പണിങ്. നമ്മുടെ 22,899 മാർക്കറ്റ് നമ്മുടെ ഓപ്പണിങ്, ഇല്ലേ? ഓപ്പണിങ്ങിന് ശേഷം മുകളിലോട്ട് പോയതിന് ശേഷം പോയ പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ തിരിച്ച് താഴോട്ട് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല, അത് മനസ്സിലാക്കണം, ട്രേഡ് ഇല്ല. ഇത് വന്നതിന് ശേഷം വീണ്ടും അതേ ലെവലിൽ തന്നെ പോയി ടെസ്റ്റ് ചെയ്തു. എവിടെയാണോ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തത്, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല, പക്ഷേ മാർക്കറ്റ് എവിടെയാണോ പോയി റിജക്റ്റ് ചെയ്തത് അതേ പോയിന്റ് തന്നെ വന്ന് വീണ്ടും എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് റിജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആ റിജക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകോട്ടൊന്ന് നോക്കുക, അവിടെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ വല്ല പ്രീവിയസ് റെസിസ്റ്റൻസ് വല്ലതും ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം അതിനുശേഷം എന്താ സംഭവിച്ചേ? അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്തു, അതേ പോയിന്റ്. അപ്പം ഈ പോയിന്റ് കണ്ടെത്തി അതേ സെയിം പോയിന്റിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരവിടുന്ന് ട്രേഡ്. അപ്പോൾ അവർ റിസ്കി ട്രേഡറാണ്, അല്ല അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ഇവിടെ ഒരു ട്രേഡ് ഇടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും ഈ ഫസ്റ്റ് ക്യാൻഡിൽ റിജക്ഷനിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നപ്പോൾ ബുക്ക് ചെയ്യാം, അല്ലെ ന്യായം ബുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. അതിനുശേഷം കാത്ത് ഇരുന്ന് വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? 22,750 വന്ന് ടെസ്റ്റ് ചെയ്തു. ഏകദേശം സമയം എന്തുമായി? ഏകദേശം നിങ്ങളുടെ നാട്ടിലെ സമയം പറയുകയാണെങ്കിൽ 11 മണിയായി. 9:15 മുതൽ 11 മണി, 2 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്തു? ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇവിടുന്ന് മാർക്കറ്റ് വന്നു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ന്യായം പാലിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ 10-15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് എടുത്തെങ്കിൽ, ആരെങ്കിലും റിസ്ക് എടുത്ത് വെച്ച് ട്രേഡ് എടുത്തെങ്കിൽ ഏകദേശം ഇവിടെ 750, 820, 810, 815 വരെ പോയിട്ടുണ്ട്. 60 പോയിന്റിൻ്റെ ഒരു റാലി നടത്തുന്നുണ്ട്. 10, 15, 20 പോയിന്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, അത് പോട്ടെ. വീണ്ടും അല്ല, ഇവർ ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ തന്നെ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും അടിച്ചിട്ടില്ല. ഇവിടെ വന്ന് തട്ടിയിട്ട് രണ്ടാമത് വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? വീണ്ടും തിരിച്ചുപോയി, ഇല്ലേ? വീണ്ടും തിരിച്ചുപോയി. അപ്പോഴും ന്യായം ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് പോയി അടുത്ത എവിടെ റിജക്ഷൻ വന്നത്? ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ചിലെത്തി. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം ഒരു റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ റിജക്ഷൻ പോയിന്റിൽ വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നതാണ്. നമ്മളൊരു മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങോട്ടാണോ ക്യാൻഡിലുകൾ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത്, ആ പോയതിന് ശേഷം അവിടെ ഒരു റിജക്ഷനോ അല്ലെങ്കിൽ സപ്പോർട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ പോയിന്റിൽ തന്നെ വീണ്ടും ആ പോയിന്റ് റെസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി റിജക്റ്റ് ചെയ്ത് തിരിച്ച് താഴോട്ട് വന്നു, വീണ്ടും അതേ പോയിന്റ് എന്ത് ചെയ്തു? റെസ്പെക്റ്റ് ചെയ്തു, ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു റെസിഡൻസ് പോയിന്റാണ്. നമുക്ക് മനസ്സിലായി പുതിയൊരു റെസിഡൻസ് ഏരിയ ആണ്, അല്ലെങ്കിൽ പോയിന്റാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ മനസ്സിലിരിക്കണം, ഇല്ലേ? അവിടെ നമ്മളൊരു ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടി ശ്രമിച്ചു, അതിന് സക്സസ് ആയി പോയി, കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിച്ചേ? മാർക്കറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്ന് റിജക്റ്റ് ചെയ്തു, ഇല്ലേ? അവിടുത്തെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് കയറി.
രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓപ്പണിംഗ് റേഞ്ചാണ് ഇല്ലേ. എപ്പോഴും മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ചിനെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. 75 മുതൽ 80% വരെയും എപ്പോഴും മാർക്കറ്റ് ഓപ്പണിംഗ് റേഞ്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പൊട്ടി താഴെ പോയതിന് ശേഷം തിരിച്ച് കയറുമ്പോഴും ആ ഓപ്പണിംഗ് പോയിന്റിനെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇല്ലേ. ഇവിടെയും അതേ സംഗതികളാണ് സംഭവിച്ചത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പണിംഗ് റേഞ്ചിനെ ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും റിജക്ഷൻ നല്ല രീതിയിൽ തന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇത് ചുമ്മാതെ കണ്ണും തിരുമ്മിയിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിക്കുകയും നമ്മളെ ഫോളോ ചെയ്യുകയും ചാർട്ടുകൾ അനലൈസ് ചെയ്യുകയും ബാക്ക് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ധാരാളം പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. നിങ്ങളെന്തായാലും ഇന്ന് ന്യായം ബുക്ക് ചെയ്തവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾ ന്യായം ഇന്നാണ് ഫിനാൻഷ്യൽ ഇയർ ഈ വർഷത്തെ ആരംഭിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 10 15 പോയിൻറ്റ് അല്ലെങ്കിൽ 20 പോയിൻ്റ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് സ്ഥിരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എന്താ പറയുക ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഓപ്പണിംഗ് റേഞ്ചായി ഇല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു ലോ വന്ന് ടെസ്റ്റ് ചെയ്ത് ഇല്ലേ, എന്നിട്ട് തിരിച്ചു പോയി. അപ്പം ഈ ലോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? നമുക്ക് ജസ്റ്റ് പുറകോട്ടൊന്ന് ഒന്നും നോക്കാം. നമ്മൾ നോക്കിയാൽ ഇതാ നോക്കുക. ഈ ലൈൻ നമ്മൾ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്ന് നോക്കിക്കേ. കണ്ടോ? കറക്റ്റായിട്ട് ഈ ഒരു പോയിൻ്റാണത്. കണ്ടോ? ഈ ഒരു പോയിന്റിൽ വന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. മനസ്സിലായി പറഞ്ഞ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് വരയില്ലാത്ത സ്ഥലത്ത് മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്യുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുന്ന് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പുറകോട്ടൊന്ന് മറിച്ച് നോക്കണം. ആ പോയിന്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, പ്രീവിയസ്ലി ആ മാർക്കറ്റ് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് മറിച്ച് നോക്കണം. അല്ലാതെ ഇങ്ങനെ കണ്ണും പിടിച്ചതിനകത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ആ പോകുന്ന അവസരങ്ങളിലൊക്കെ അവിടെ എത്തിയാൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രീവിയസ്ലി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ന്യായം പാലിച്ചവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനിയും നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ എന്ത് ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഇപ്പം പറയുന്നതല്ല പിന്നെ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നത്തെ തമ്പനയിൽ ഇട്ടേക്കുന്ന പോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒരു തമ്പനയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കാരണം ട്രംപിൻ്റെ വായി കിടക്കുന്ന നാക്കിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? മുകളോട്ടോ താഴോട്ടോ പോകുന്നത്. പൈസ പോകുന്നത് മുഴുവൻ പാവപ്പെട്ടവൻ്റെ പൈസയാണ് പോകുന്നത്. വലിയവർ നേരത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാശുണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എപ്പോഴും ന്യായം പാലിക്കണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇതാണ്. ഇവർ എന്തെങ്കിലുമൊക്കെ പറയും, അതനുസരിച്ച് മാർക്കറ്റ് പോകും. ഇതിനകത്ത് പെട്ടുപോകുന്നത് മുഴുവൻ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നാളെ ഇന്ത്യൻ സമയം എനിക്കൊന്ന് 6:30 തോന്നുന്നു, ഇന്ത്യൻ സമയം രാവിലെ 6:30 ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ട്. ഇതേ സമയത്ത് തന്നെ ഓസ്ട്രേലിയൻ പ്രസിഡൻറ്റും പിന്നെ വേറെ ഒരാളൂടെ ഉണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എനിക്കിന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു, ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. 3 പേരും 3 സമയത്താണ് നടത്തുന്നത്. പക്ഷേ എന്നാലും ഈ ലോകത്തിലെ 3 മികച്ച രാജ്യങ്ങളല്ലേ, പിന്നെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന 3 രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ വാർത്താ സമ്മേളനം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. എന്തായാലും നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 പുള്ളിയുടെ വാർത്താ സമ്മേളനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ ഏത് രീതിയിലാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നാളെ രാവിലെ പുള്ളി എന്താണ് വന്ന് പറയുന്നത് അറിയത്തില്ല. രാവിലെ ഉറക്കെഴുന്നേറ്റതിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞ് പിടിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഗതി. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ട്രംപ് ഒരു ഭീഷണി മുടക്കിയിട്ടുണ്ട്. ഞങ്ങൾ നാറ്റോയിൽ നിന്ന് ഞങ്ങൾ പിൻവലിയും എന്നൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കാരണം ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നാറ്റോ സഖ്യത്തിനെ വിളിച്ചപ്പോൾ അവരാരും സഹായിച്ചില്ല എന്നൊരു പിന്നെ കലിപ്പ് ട്രംപിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കലിപ്പ് പുള്ളി തീർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാറ്റോയിൽ ഞാൻ പിൻവലിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാറ്റോയിൽ നിന്ന് പിൻവലിയുവാണെങ്കിൽ പിന്നെ നാറ്റോയ്ക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതെയാകും. കാരണം അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് മെജോറിറ്റി ആയുധബലം കൊണ്ടായാലും സാമ്പത്തിക ബലം കൊണ്ടായാലും അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് അമേരിക്കയാണ്. അമേരിക്ക പിൻവലി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അല്ലാതായി തീരും. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തുമായി തീരും എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ സെക്രട്ടറി വിറ്റ്കോഫും പിന്നെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ
ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് അഗറാച്ചി അങ്ങനെ കണ്ട അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ് ഇറാൻ്റെ ആ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞത് വിറ്റ്കോഫുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഓക്കെ, അത് സമ്മതിച്ചിട്ടുണ്ട് പുള്ളി. പക്ഷേങ്കിൽ ഒരു നെഗോഷിയേഷൻസ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംസാരവും നടന്നിട്ടില്ല, കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനിയും അടുത്ത അനന്തരമായിട്ട് അതിന് ശേഷം എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന റെസ്പോൺസ് നമുക്കറിയത്തില്ല. നാളെ രാവിലെ ട്രംപ് എന്താണ് പറയാൻ പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോഴേ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക സംഭവവാസങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലൊരു വോയിസ് മെസ്സേജ് ഇടാം, അതേ നടക്കത്തുള്ളൂ. അല്ല വേറെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നോക്കാനുള്ള കാര്യം നാളെ 23,000 മുകളിൽ പോകണം മാർക്കറ്റ്. 23,000 മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇന്ന് കണ്ടില്ലേ മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് പോയിട്ട് മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ. ഇത് നമുക്ക് വേറൊരു കാര്യം രാവിലെ മാർക്കറ്റ് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. രാവിലെ മാർക്കറ്റ് ഇന്ന് ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു ഇല്ലേ. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഫ്രഷ് ക്ലാസ്സിൽ വന്നവർക്കൊക്കെ അറിയാം. ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം സാധാരണഗതിയിൽ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ള കാര്യം ഇല്ലേ. നിഫ്റ്റിയും ഫ്യൂച്ചർ വരെ നിഫ്റ്റിയും ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ആ വ്യത്യാസം വളരെ കുറവായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വെറും 100 പോയിൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു വ്യത്യാസം ഇല്ലേ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം മാർക്കറ്റ് വീക്കാണ്, മുകളിലോട്ട് അത്ര അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, ഫ്യൂച്ചർ സ്ട്രോങ് അല്ല എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇതൊക്കെ നോക്കി കണ്ടവർക്കൊക്കെ അറിയാം, പഠിച്ചവർക്കൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പല സംഗതികളും നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നിന്ന് വഴിച്ച് പോവാം. അപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിൻറ്റ്, നാളത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 23,000 ആണ്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിനകത്താണ്, ഈ ഏരിയയ്ക്കകത്ത് 23,000-നും ഈ പറയുന്ന 22,750 നമ്മുടെ പോയിൻറ്റിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ സെയിം സ്ട്രാറ്റജി തന്നെ 23,000 എത്തുന്നോ അതോ 22,750 ടെസ്റ്റ് ചെയ്യുന്നു നോക്കുക. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മാർക്കറ്റ് ഒരു പൊസിഷന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ല ഇതിന് താഴെയാണ് ഈ പറയുന്ന 22,500-നും 22,750-നും ഇടയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലോ ഈ പറഞ്ഞ പോലെ തന്നെ 750-ലോട്ട് എത്തുമോ അല്ലെ 22,500 ടെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇല്ല ഇതിന് താഴെ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, 22,500 അടുപ്പിച്ചാണ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മോളോട്ട് പോകുമ്പോൾ ഈ ലോ 22,657 എന്ന് പറയുന്നത് ഈ ലോ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, ഇവിടെ തട്ടി തിരിച്ചു വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വേറെ കൂടുതൽ നമ്മൾ സംസാരിക്കാനൊന്നും ഇല്ല. ഇന്ന് മാർക്കറ്റ് എല്ലാ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി, കാരണം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഇന്ന് പ്രത്യേകിച്ച് ഇൻഡിഗോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, കാരണം അവരുടെ പിന്നെ CEO അവർ മാറ്റി പുതിയൊരു CEO വന്ന്, ഫോറിനറാണ്, പുതിയൊരു CEO. എനിക്ക് ബ്രിട്ടീഷ് എയർവേസിനെ ഇങ്ങോട്ട് CEO ആയിട്ടിരുന്ന ആളാണ്, CEO ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് പുതിയ പിന്നെ ഇൻഡിഗോയുടെ CEO ആയിട്ട് വന്നേക്കുന്നതാണ്. ഞാനിങ്ങനെ എവിടെയോ ഒരു ഫ്ലാഷ് ന്യൂസ് വായിച്ചു. അപ്പം എല്ലാം കൊണ്ടും ഇന്ന് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് BSE ഒക്കെ ഇന്ന് 184 പോയിൻറ്റോളം ഇന്ന് പറന്നു. അതിൻ്റെ ബലത്തിലാണ് 300 പോയിൻറ്റോളം മിഡ് ക്യാപ്പ് ഇന്ന് പറഞ്ഞത്. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഈ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ട് മോളോട്ടൊന്നും പോയില്ല. നമ്മുടെ ലൈൻ കൃത്യമായിരുന്നു, 932 പറഞ്ഞ ലൈൻ എന്ത് ചെയ്ത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാലും ഈ മിഡ് ക്യാപ്പും കൃത്യമായിട്ട് നമ്മുടെ പോയിൻ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ലെവലുകളൊക്കെ കൃത്യമാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ആക്രാന്തം ഇല്ലാതെ ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.